എൻ്റെ നാട് ഇവിടെയല്ല, മാവേലിക്കരയാണ്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരിയാണ്. മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ച് ഏകദേശം ഞാൻ +2 കാലയളവ് വരെ ഞാൻ അവിടെയാണ് ജീവിച്ചത്. പിന്നെ ഉപരിപഠനമായിട്ട് ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഞാനിവിടെ ശ്രീ സ്വാതിരുന്നാൾ ഗവൺമെൻറ് മ്യൂസിക് കോളേജിലായിരുന്നു ഡിഗ്രിയും PGയും പഠിച്ചത്. ഇപ്പോൾ ഞാൻ മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ ജനിച്ച നാൾ കൊണ്ട് ഞാൻ ഹാൻഡിക്യാപ്റ്റാണ്. അപ്പോൾ ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്നീ ദിവസം വരെ ഞാൻ ഒരു ഹാൻഡിക്യാപ്റ്റാണ് അല്ലെങ്കിൽ എനിക്കൊരു വയ്യാത്ത കുട്ടിയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം വരെ ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാവാം എനിക്ക് ഇന്ന് ഇവിടെ വന്ന് ഈ വിളക്ക് കത്തിക്കാനും നിങ്ങളോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ കഴിയുന്നതും ഈ ഓരോ കാരണങ്ങൾ കൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഭഗവാൻ ഈ ഒരു രീതിയിൽ ജനിപ്പിച്ചുവെങ്കിൽ കുറേയധികം ലക്ഷ്യങ്ങളുണ്ടാവും ഭഗവാന്. അപ്പം അതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ കാലിൽ ആദ്യമായിട്ട് പെൻസിൽ വെച്ച് തന്നൊരു ടീച്ചറാണ്. അതായത് ഒരു രണ്ട് കൈയില്ലാത്ത കുട്ടിയെ എങ്ങനെ എഴുതും എന്നതിന് വലിയൊരു ചോദ്യത്തിലാണ്, പഠിക്കും എന്നുള്ളത് വലിയ ചോദ്യത്തിലാണ്. അപ്പോൾ ടീച്ചറാണ് ആദ്യമായിട്ട് എൻ്റെ കാലിൽ പെൻസിൽ വെച്ച് എഴുതുന്നത്, നാട്ടിലുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ അന്ന് എഴുതാനും വരയ്ക്കാനും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതും എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പം ആ ടീച്ചറാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ് സൃഷ്ടിച്ച ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ടീച്ചർ അങ്ങനെ കാലിൽ വെച്ച് എഴുതിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എല്ലാ എക്സാംസും 10 തൊട്ട് ഡിഗ്രി PG ലെവലിലുള്ള എല്ലാ എക്സാംസും എനിക്ക് എഴുതി ഇന്നീ നിലയിൽ എത്താൻ സാധിച്ചത്. അപ്പം ടീച്ചറിന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കാറില്ല. എല്ലാം ചെയ്യും, ചിലത് വിജയിക്കും, ചിലത് തോൽക്കും. പക്ഷേ തോൽക്കുന്നത് ഞാൻ അവിടെ വെച്ച് നിർത്തി പോകാറില്ല. എന്തെങ്കിലും അത് പുതിയതായിട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു വയ്യാത്ത കുട്ടിയാണ് നേരത്തെ പറഞ്ഞ ചിന്തിച്ചിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ചിന്തിച്ചു പ്രവർത്തിക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോഴാണ് കലോത്സവങ്ങൾക്കൊക്കെ പാട്ട് ചെറുതിലേ തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ 4ാം ക്ലാസ്സിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം പാട്ടിൻ്റെ. അപ്പം അതിനുശേഷം ഒത്തിരി കച്ചേരികൾ ചെയ്യാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചെറുതിലേയുള്ള ആഗ്രഹമായിരുന്നു മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കണം, അതിൽ എൻ്റെ എന്താ പാഷൻ തന്നെ കരിയർ ആക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പം സാധാരണ ഒരു മ്യൂസിക് ഒരു കോഴ്സാണോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരെ ഞാനിപ്പോൾ കാണാനുണ്ട്. അപ്പം ഞാനത് ചെറുതിലേ തൊട്ടേ എൻ്റെ അധ്യാപകർ അവർ പഠിച്ചൊരു പാഠം അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തൊരു രീതി എനിക്ക് ഫോളോ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ മ്യൂസിക് മെയിൻ എടുത്ത് പഠിച്ചത്. അതിന് എത്രമാത്രം സാധ്യതകളുണ്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. മ്യൂസിക് അല്ലെങ്കിൽ സംഗീതത്തിന് ദൈവം എനിക്ക് തന്നൊരു കഴിവ്, അതിനെ കൂടുതൽ വളർത്തിയെടുക്കണം. അല്ലാതെ എനിക്കില്ലാത്തൊരു കഴിവിനെ ഏതെങ്കിലും CAയോ അല്ലെങ്കിൽ എന്താ പറയുക BComോ അങ്ങനെയെല്ലാം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവം തന്ന ഒരു കഴിവിനെ കൂടുതൽ വളർത്തിയെടുക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇപ്പോൾ ഓരോ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴും ഞാൻ അവരോടും പറയാറുണ്ട്, ഈ അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെ പുഷ് ചെയ്ത് ഓരോ കോഴ്സിന് വിടും. അപ്പം അത് ഇങ്ങനെ പുറകെ പോകാതെ നമുക്ക് എന്താണോ ഉള്ളിലൊരു ദൈവം കഴിവ് തന്നിട്ടുണ്ടാവും, എന്ത് ആയിക്കോട്ടെ, അപ്പം അത് കൂടുതൽ ഗ്രൂം ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു നല്ല കാര്യം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ അങ്ങനെയാണ്. കാരണം ഞാൻ മ്യൂസിക് പഠിക്കുന്നത് കൊണ്ട് പാടാനും അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്കൊരു എൻജോയ്മെൻറ്റ്, സന്തോഷം ലഭിക്കാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വരയ്ക്കും. അപ്പം കൂടുതലും ഇപ്പം മ്യൂറൽ പെയിൻറ്റ്സ് ആണ് വരയ്ക്കുന്നത്, ചുമർ ചിത്രങ്ങളാണ് കൂടുതലും വരയ്ക്കുന്നത്. അപ്പം കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ശിവൻ്റെ ഒക്കെ തന്നെ പെയിൻറ്റിങ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, കൂടുതലും ഞാനങ്ങനെ വാചാലയായിട്ടുള്ള ഒരാളല്ല, കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും എന്നെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. പിന്നെ ഈ അമ്മയാണ് കുറച്ച് കുട്ടിക്കാലം തൊട്ട് എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ചെറുതിൽ തൊട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്നതും പിന്നെ എന്നെ ബാക്ക് സപ്പോർട്ട്, അതായത് ബാക്ക് ബോർഡ് എന്നൊക്കെ പറയുന്ന അമ്മയാണ്. അപ്പം അല്ലെങ്കിൽ വയ്യാത്തൊരു കുട്ടിയാണ്, അപ്പം ഇന്ന് ചെയ്യാൻ പാടില്ല, ഇന്ന് ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ളൊരിതൊന്നും വീട്ടിലില്ലായിരുന്നു. ചെറുതിലേ തൊട്ട് വഴക്ക് പറഞ്ഞു അടിച്ചു
വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ തൂത്തുവാരും പിന്നെ തുടയ്ക്കാറുണ്ട്. വീട് ഞാൻ തന്നെ എൻ്റെ റൂം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാറുള്ളൂ. അതെനിക്കിഷ്ടം കൂടുതൽ. പിന്നെ എന്താ പറയുക, എൻ്റെ ബുക്സും എൻ്റെ സ്കൂളിൽ കൊണ്ടുള്ള ടൈം ടേബിൾസും എല്ലാം ഞാൻ തന്നെയാണ് എടുത്തു വെക്കാറ്. അപ്പം ഇതൊക്കെ അമ്മയാണ് കൂടുതലും. കുറച്ച് നമുക്ക് എത്ര ആയാലും കുട്ടിക്കാലത്ത് മടിയുണ്ടാവും, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു ഞാൻ. അപ്പം അതിൽ മടി പിടിക്കാതെ കൂടുതൽ അതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് അമ്മയാണ്. ഞാൻ ചെയ്തു തരില്ല, നീ ചെയ്തോ എന്നുള്ള ഇതിൽ അമ്മയാണ് കൂടുതൽ നിന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇപ്പം അതിനൊന്നും പ്രയാസമില്ല. അത് എടുത്തു വെക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ബാഗ് ഇടാനോ നടന്നു പോകാനോ ഒന്നും ഒരു ബുദ്ധിമുട്ട് ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മൂമ്മ അപ്പം എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പം അവരൊക്കെ തന്നെ വീട്ടിൽ വിളക്കെത്തിക്കാനാണെങ്കിലും വീട്ടിൽ അമ്മയ്ക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വിളക്കെത്തിക്കും. അങ്ങനെ ഒരു ജീവിതം, ഞാൻ കത്തിച്ചൂടാ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടത്തിന് എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവാനും വീട്ടിൽ കുക്കിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, പിന്നെ കുറച്ച് സമ്മതിക്കാത്ത കുക്കിംഗ് ആയിരുന്നു. പക്ഷെ ഞാനും അനിയനും നല്ലൊരു കുക്കിംഗ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയില്ലാത്ത പല സമയങ്ങളിലും കുക്കിംഗ് ഒരു വിനോദമാക്കി എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ കുക്കിങ്ങിലും വീഡിയോസ്, ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്താ പറയുക, എനിക്ക് എന്നെക്കാട്ടിലും കൂടുതൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് കുറച്ച് നന്നായിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം